ഞാൻ ഡിസംബർ മാസം അവസാനം മുതൽ തന്നെ ഞാൻ വളരെ പ്രശ്നത്തിലാണ്. ഡിസംബർ 30 വരെ ഐ വാസ് എ പെർഫെക്റ്റ് മാൻ. പക്ഷേ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി, മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായി, ഹോസ്പിറ്റലൈസ് ചെയ്തു. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാം ബ്ലഡിലെ എല്ലാ കാര്യങ്ങളും കുറഞ്ഞു പോയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആയിപ്പോയി, ആകെ ഒരു അവസ്ഥയിലായിപ്പോയി. വൈഫ് 1 വർഷമായിട്ട് ഇത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നത് ഈ പ്രശ്നം വന്നതിന് ശേഷമാണ്. പ്ലേറ്റ്ലെറ്റ്സ് വർദ്ധിപ്പിക്കാനായിട്ട് 2 മുദ്രകൾ പറഞ്ഞിരുന്നു. ആ 2 മുദ്രയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിലും വളരെ ഉറക്കം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഉറക്കത്തിന് വേണ്ടി ഞാൻ ആ മുദ്ര ചെയ്തിരുന്നു. അതിനിടയ്ക്ക് ഉണരുന്ന സമയത്തെല്ലാം ഞാൻ ആ 2 മുദ്രകൾ ചെയ്തു. ഈ മുദ്രയുടെ പേരെന്താണെന്ന് എനിക്കറിയാം. പ്രാൺമുദ്ര. പ്രാൺമുദ്രയും അതുപോലെ തന്നെ ധ്യാൻ. 2 മുദ്രകളാണ്. ധ്യാനം, കറക്റ്റ്, ധ്യാൻ മുദ്ര ചെയ്തു. അതോടുകൂടി എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് വളരെ ഇമ്പ്രൂവ് ചെയ്തു. 60,000-ൽ കിടന്ന ഡിസംബറിൽ 60,000-ൽ കിടന്ന പ്ലേറ്റ്ലെറ്റ്സ് ഒരു ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് 130-ലേക്ക് എത്തി. പിന്നെ മറ്റ് കണ്ടന്റുകൾ അതിനോടൊപ്പം കയറി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ജീവിതത്തിൽ ഹോപ്പില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കഴിഞ്ഞ നമ്മുടെ എറണാകുളത്തെ മീറ്റിങ്ങിൽ ഒന്ന് സാറോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അന്നേരം കൂടുതൽ കോൺഫിഡൻസ് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭീകരമായ രോഗമാണെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞാൻ നിന്നത്. ഇപ്പം എനിക്ക് വിശ്വാസം വരുന്നുണ്ട്, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, ഒരു റീബർത്ത് എനിക്ക് കിട്ടും, എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സാറിന്റെ ടീമിന് പ്രത്യേകം നന്ദി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ലൈവ് ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ കണ്ടിട്ടുള്ള ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു, എല്ലാം കൊണ്ടും. ആ ഹാളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരു വലിയ ലോസ് ആയിപ്പോയി. ആ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് ജീവൻ പോയാൽ മതി എന്നുള്ളതായിരുന്നു.